എം സ്വരാജ് എസ് എഫ് ഐ രംഗത്തും ഡിവൈഎഫ്ഐ രംഗത്തൊക്കെ സജീവമായി ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ വിവിധ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ റീൽസുകളായി ഇപ്പം തുടരെ വരുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായ ഒരു ചോദ്യമാണ്, നമുക്ക് പ്രസംഗിക്കുക എന്ന് പറയുന്ന ഒരു ഘടനാപരമായ ഒരു രീതിയാണല്ലോ. ഈ ഓർമ്മകൾ ഇങ്ങനെ ഈ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഇങ്ങനെ തുടരെയായൊരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ സംസാരിക്കാൻ പറ്റും. അത് എസ് എഫ് ഐ രംഗത്തു നിന്നുണ്ടാക്കിയ വഴക്കമാണോ അതോ പഠന പ്രക്രിയയുടെ ഭാഗമായി സ്വാംശീകരിച്ച ഓർമ്മയാണ്? സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത്ര ഓർമ്മ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് കുറേ കൂടി ഓർമ്മ ശക്തമായി നിലനിന്നിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹം. പക്ഷെ അത്രമാത്രം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെപ്പോലെ ചിലരൊക്കെ സൂചിപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം ഇതിനേക്കാൾ കുറെ കൂടി മിഴിവാർന്ന ഒരു ഓർമ്മ, തെളിവാർന്ന ഒരു ഓർമ്മ. സുരാജിന്റെ അച്ഛൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചപ്പോൾ ചെറിയ പ്രായത്തിൽ സുരാജിനെ ഈ പ്രസംഗ മത്സരത്തിലൊക്കെ കൊണ്ടുപോയ അനുഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതെ 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 ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, പിന്നെ അതുപോലെ കോളേജിൽ പഠിക്കുമ്പോഴും, മറ്റേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഈ മത്സരങ്ങളൊരു മടുപ്പായി തോന്നി. അതിനുശേഷം പിന്നെ പങ്കെടുത്തിട്ടില്ല. ഈ ഒരു അത് ഞാൻ കൂടുതൽ അങ്ങനെ ചോദിക്കാനുള്ള കാരണം, എം സ്വരാജ് നിയമസഭയിൽ പ്രസംഗിക്കുന്ന ശൈലിയല്ല ചാനൽ ചർച്ചകൾ സംസാരിക്കുമ്പോൾ. ഓൺലൈൻ മീഡിയയിൽ പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ പാർട്ടി ക്ലാസ്സിൽ എടുക്കുമ്പോഴോ ആ രീതിയല്ല. പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ മറ്റൊരു രീതിയാണ്. ഈ ഒരു അവരോഹണത്തിൻ്റെ ഒരു രീതിയുണ്ട്. അവസാനത്തെ പഞ്ച് ഡയലോഗിൽ അവസാനിപ്പിക്കുക, ഇങ്ങനെ ഒരു ഘടനാപരമായി ഇതിനെ കോർത്തിണക്കുന്നതിൻ്റെ പാഠവും കൂടിയാണ് ഞാൻ ചോദിച്ചത്. അല്ല, പക്ഷെ അത് ബോധപൂർവ്വമല്ല. നിങ്ങൾ ഈ പറയുന്നത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുമില്ല. എനിക്ക് തോന്നുന്നു ഓരോ സാഹചര്യത്തിനനുസരിച്ച് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അത് ബോധപൂർവം ഇങ്ങനെ തയ്യാറാക്കി പ്രസംഗിക്കുന്നില്ല. ഞാൻ ഒട്ടുമുക്കാലും നിയമസഭയിൽ ഒരു പ്രത്യേകതയുണ്ട്. നിയമസഭ നമുക്കൊരു നിശ്ചിത സമയം, ആ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഞാൻ ഓർക്കുന്ന ഒരിക്കൽ ഞാൻ നിയമസഭയിൽ സംസാരിച്ച് കഴിയുമ്പോൾ 10 മിനിറ്റ് മറ്റുമാണ് അനുവദിച്ച സമയം. അപ്പോൾ അന്ന് ചെയറിലിരുന്ന സ്പീക്കർ എൻ്റെ പ്രസംഗം അവസാനിച്ചപ്പോൾ ഒരു കമൻറ്റ് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോഴും അതെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കാൻ കഴിയും. അബ്സല്യൂട്ട്ലി കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ ധരിച്ചു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ് എന്ന് സ്പീക്കർ പറയണം. അപ്പോൾ സ്പീക്കർ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന്. പക്ഷെ അദ്ദേഹം അതല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമയമാപിനിയുണ്ട്, അംഗങ്ങൾക്കും കാണാം. അപ്പോൾ ആ 10 മിനിറ്റ് 00 ആ സെക്കൻഡുകൾ കണക്കാക്കുമ്പോഴാണ് പ്രസംഗം അവസാനിക്കുന്നത്. അപ്പോൾ കൃത്യസമയത്ത് നിർത്തി എന്നത് പലപ്പോഴും സ്പീക്കർമാർ ഈ പ്രസംഗങ്ങൾ നിർത്താൻ വേണ്ടി ഇങ്ങനെ വല്ലാതെ പ്രയത്നിക്കേണ്ടി വരുമല്ലോ, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞേക്കൊണ്ട്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അങ്ങനെ വേണ്ടി വന്നില്ല. ആ കൃത്യം ആ സെക്കൻഡായപ്പോൾ പ്രസംഗം നിർത്തി എന്ന് ഉള്ളതിലെ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിച്ചതാണ്. അതാണ് ഉള്ളത്. ആ സമയത്ത് തന്നെ നിയമസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന മറ്റേ നമ്മുടെ പ്രിയപ്പെട്ട, എനിക്ക് ക്ഷമിക്കണം, വളരെ അടുപ്പുള്ള ആളാണെങ്കിലും ഞാനിതാണ് പറഞ്ഞത്, നമുക്ക് രാവിലെ പെട്ടെന്ന് പേര് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് വളരെ അടുപ്പുള്ള ആളാണ്, അവരോട് ക്ഷമിക്കുന്ന ഞാൻ കരുതുന്നു. അപ്പോൾ അവർ എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായ സമയത്ത് പ്രസംഗം. അപ്പോൾ അങ്ങനെ പ്രസംഗം ചുരുക്കാൻ വേണ്ടി നമ്മൾ കുറിപ്പുകൾ ഉപയോഗിക്കും. അതായത് പോയിന്റുകൾ മാത്രം എഴുതി അത് നോക്കിയിട്ട് നിയമസഭയ്ക്ക് പുറത്തുള്ള പ്രസംഗങ്ങളിൽ ഞാൻ മിക്കപ്പോഴും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ മുൻകൂട്ടി തയ്യാറെടുക്കുകയോ കുറിപ്പുകൾ നോക്കുകയോ ചെയ്യുന്നില്ല. അത് മോശമാണെന്ന അഭിപ്രായമുള്ളതുകൊണ്ടല്ല. അങ്ങനെ നന്നായി സംസാരിക്കുന്നവരുണ്ട്, കുറിപ്പുകൾ നോക്കി വേണം പ്രസംഗിക്കാമെന്നാണ് പറയാറ്. പക്ഷേ എന്തോ എനിക്ക് അങ്ങനെ ഒരു ശൈലി ശരിയാകുന്നില്ല, അതുകൊണ്ട് നോക്കാറില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഓരോ സന്ദർഭത്തിലും സ്വാഭാവികമായി വരുന്നൊരു കാര്യം, അപ്പം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ പറയുന്നതാണ്. സോഷ്യൽ മീഡിയയുടെ കാലം കൂടുതൽ സജീവമായി അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. കാരണം എം സ്വരാജ് മുമ്പ് പ്രസംഗിച്ച സാധനങ്ങളൊക്കെ റീൽസുകളായി തുടരെ വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പലരും ഉപയോഗിക്കുന്നുണ്ട്. ഈ മണ്ഡലത്തിന് മാത്രമല്ല, എം സ്വരാജ് അവിടെ നിന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ എം സ്വരാജ് മുമ്പ് സംസാരിച്ച നിയമസഭാ പ്രസംഗങ്ങളും ഒക്കെ പ്രധാനപ്പെട്ടതെല്ലാം റീൽസായി. ഇതൊക്കെ ഒരു ഗുണമായി തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് കരുതുന്നുണ്ട്. ഞാൻ നവമാധ്യമങ്ങളെ അങ്ങനെ മുന്നിൽ നിർത്തി പോകുന്ന ഒരാളല്ല. നിങ്ങൾക്കറിയാം, നവമാധ്യമങ്ങളിൽ എല്ലാ ദിവസവും പ്രതികരണങ്ങൾ നടത്തുന്ന ഒരാളല്ല. ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. അങ്ങനെ ചെയ്യാറില്ല. അപൂർവമായി മാത്രമാണ്, അപൂർവം എന്നല്ല, വല്ലപ്പോഴും മാത്രമാണ്. ചിലപ്പോൾ മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊന്നോ ഒക്കെ ഒരു കുറിപ്പ് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അതാണ് ഒരു ശൈലി. അതുകൊണ്ട് അങ്ങനെ വെക്കുന്നില്ല. നേരത്തെ നമ്മൾ പറയാൻ എനിക്ക് പെട്ടെന്ന് കിട്ടാതിരുന്ന പേര് ഡോക്ടർ ജയലക്ഷ്മിയുടെ വളരെ അടുപ്പമുള്ള ആളാണ്. അവരെഴുതിയ പുസ്തകം, അതിനുശേഷം സർവീസ് സ്റ്റോറി എഴുതിയത് ഞാൻ വായിക്കുകയുണ്ടായി. വളരെ നല്ല ഒരു മികച്ച കഥാകൃത്ത് കൂടിയാണ് അവർ. ഞാൻ ഓർക്കുന്നുണ്ട് ട്രെയിൻ യാത്രക്കിടയിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരോട് കഥ, അങ്ങനെയുള്ള ഒരാളാണ്. സാധാരണയായി മറന്നു പേര് ഞാൻ പറഞ്ഞത്. ശരി.